Hey friends, welcome back to English Ladder. നമുക്ക് എല്ലാവർക്കും ഷോപ്പിംഗ് ഇഷ്ടമാണല്ലേ? ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഷോപ്പിംഗ് ഉണ്ട്. സ്റ്റേഷനറി ഷോപ്പിംഗ് ഉണ്ട്, ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പിംഗ് ഉണ്ട്, അങ്ങനെ പല പല ഷോപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിങ്ങിനെ പറ്റിയാണ്. ടെക്സ്റ്റൈൽ ഷോപ്പിങ്ങിന് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെന്റൻസസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. ആദ്യം നമ്മൾ ഷോപ്പിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ഷോപ്പ് അസിസ്റ്റന്റ് ഉണ്ടാവും അല്ലേ, അവിടെ കടയിൽ നിൽക്കുന്ന ആരെങ്കിലും. അപ്പോൾ ആദ്യം തന്നെ അവർ നമ്മുടെ അടുത്തൊന്നും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ വേണ്ടേ അല്ലെങ്കിൽ എന്താണ് ആവശ്യം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരോട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറയും നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എന്ത് മേടിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും പറയണമെന്ന് നോക്കിയാലോ. ഐ എം ലുക്കിംഗ് ഫോർ എ ബ്ലൂ ടീഷർട്ട്. ഐ എം ലുക്കിംഗ് ഫോർ എ ബ്ലൂ ടീഷർട്ട്. ഈ ബ്ലൂ ടീഷർട്ട് തന്നെ ആവണം നിർബന്ധമില്ല, നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും മേടിക്കാം, എന്ത് കളർ വേണമെങ്കിലും ആവാം. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർ എ ബ്ലൂ ടീഷർട്ട് എന്ന് പറഞ്ഞു തന്നെ നമുക്ക് പല രീതിയിൽ പറയാം. അതായത് നമ്മൾ ഇന്ന ആവശ്യത്തിനാണ് വന്നത് അല്ലെങ്കിൽ ഇന്ന സാധനം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്, ഐ എം ലുക്കിംഗ് ഫോർ എ. ദെൻ യു ക്യാൻ ആസ്ക് ഡു യു ഹാവ് ബ്ലൂ ടീഷർട്ട്സ്, ഡു യു ഹാവ് ബ്ലൂ ടീഷർട്ട്സ്. ഇനി വേറൊരു രീതി എന്ന് പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബ്ലൂ ടീഷർട്ട്. പോരാതെ ഒരു രീതിയിലും കൂടെ നമുക്ക് ചോദിക്കാം, അതായത് ഐ നീഡ് എ ബ്ലൂ ടീഷർട്ട്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്, എന്താണ് നമ്മൾ മേടിക്കാൻ ചെന്നതെന്നുള്ള കാര്യം തന്നെ നമ്മൾ 4 രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, നെക്സ്റ്റ് ടൈം ഷോപ്പിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താണ് വേണ്ടതെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഉടനെ വരുന്നൊരു ചോദ്യം ഉണ്ടല്ലേ, എന്തായിരിക്കും? ഏത് സൈസാണ് വേണ്ടത്? അപ്പോൾ നമുക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് നമ്മൾ എങ്ങനെ പറയും? ഐ ആം എ ലാർജ്, അല്ലെങ്കിൽ ഐ ആം എ മീഡിയം, ഐ ആം എ സ്മോൾ, അങ്ങനെ പറയാം. ഇതല്ലാന്നാണെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾക്ക് എന്ത് ഡ്രസ്സാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെയും പറയാം ഐ നീഡ് എ മീഡിയം സൈസ്ഡ് ബ്ലൂ ഷർട്ട്, അല്ലെങ്കിൽ ഡു യു ഹാവ് എനി മീഡിയം സൈസ്ഡ് ബ്ലൂ ഷർട്ട്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ സൈസും വേണമെങ്കിൽ ആദ്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സൈസ് ഏതാന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ, വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും അല്ലേ, എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്ത് നോക്കും, അതിഷ്ടമായോ ഇതിഷ്ടമായോ ഏതായിരിക്കും നല്ല എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ പറയാണ് ഇത് കൊള്ളാം. അപ്പം നമുക്കൊന്ന് തോന്നുകയാണ് ഇതൊന്ന് ഇട്ട് നോക്കിയാലോ, കറക്റ്റ് ആണെന്നൊക്കെ അറിയണ്ടേ അല്ലേ. അപ്പം നമ്മൾ പറയാണ് ഇവരോട് ദിസ് ലുക്സ് നൈസ്, ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ? എന്താ പറയാ, ഇത് കൊള്ളാം, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എന്നാണ് നമ്മൾ ചോദിച്ചത്. ദിസ് ലുക്സ് നൈസ്, ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ? ഇനി ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂം എവിടെയാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? വേർ ആർ ദ ചേഞ്ചിങ് റൂംസ്, വേർ ആർ ദ ചേഞ്ചിങ് റൂംസ്. അതല്ലാന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, കുഡ് യു പ്ലീസ് ഷോ മീ ദ ചേഞ്ചിങ് റൂംസ്, കുഡ് യു പ്ലീസ് ഷോ മീ ദ ചേഞ്ചിങ് റൂംസ്. ഇനി ഈ ചേഞ്ചിങ് റൂംസിന് തന്നെ പല പല രീതിയിൽ നമുക്ക് ചോദിക്കാം. ട്രയൽ റൂംസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫിറ്റിംഗ് റൂംസ് എന്ന് പറയാം, അതേപോലെ ചേഞ്ചിങ് റൂംസ് എന്നും ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത ഡ്രസ്സൊക്കെ കൊണ്ടുപോയി നമ്മൾ ചേഞ്ചിങ് റൂമിൽ ഇട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയ പ്രശ്നം, നമ്മൾ എപ്പോഴും എടുക്കാറുള്ള സൈസ് തന്നെയാണ് എടുത്തതെങ്കിലും ചില ബ്രാൻഡ്സിനൊക്കെ സൈസൊക്കെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഒക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ടൈറ്റോ അല്ലെങ്കിൽ ഭയങ്കര ലൂസോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ട് പറയാണ് ഇതെനിക്ക് പാകാവുന്നില്ല, ഈ സൈസ് എനിക്ക് പാകാവുന്നില്ല. അത് നമ്മൾ എങ്ങനെയായിരിക്കും പറയാം? ദിസ് ഡസൻറ്റ് ഫിറ്റ് മീ വെരി വെൽ, ദിസ് ഡസൻറ്റ് ഫിറ്റ് മീ വെരി വെൽ. ഇതെനിക്ക് അത്ര കറക്റ്റായിട്ട് പാകാവുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ചോദിക്കുന്ന വേറൊരു ചോദ്യം കൂടി ഉണ്ടാവും അല്ലേ, ഇതിൻ്റെ കുറച്ചുകൂടെ കൂടിയ സൈസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടെ കുറഞ്ഞ സൈസ് ഉണ്ടോ എന്ന്. ഇത് നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഡു യു ഹാവ് എ സ്മോളർ സൈസ് ഓഫ് ദിസ്, അല്ലെങ്കിൽ ഡു യു ഹാവ് എ ബിഗർ സൈസ് ഓഫ് ദിസ്. ഇതിന് കുറച്ച് കൂടിയതോ കുറഞ്ഞതോ ആയ അളവുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഡു യു ഹാവ് എ ബിഗർ സൈസ് ഓർ ഡു യു ഹാവ് എ സ്മോളർ സൈസ്? ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് കിട്ടി, അല്ലെങ്കിൽ സൈസൊക്കെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് കിട്ടി, നിങ്ങൾ ചേഞ്ചിങ് റൂമിൽ പോയി അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് സൈസൊക്കെ കറക്റ്റാണ്, ബട്ട് സ്റ്റിൽ എനിക്കിത് പാകാവുന്നില്ല, അതായത് എനിക്കിത് ചേരുന്നില്ല, ഇട്ടിട്ടൊരു മാച്ച് ഇല്ലാത്ത പോലെ. അപ്പോൾ നിങ്ങൾ വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാണ് ഇതെനിക്ക് ചേരുന്നില്ല, വേറെ നോക്കാവോ എന്നുള്ളത്. അപ്പോൾ ഇതെനിക്ക് ചേരുന്നില്ല നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദിസ് ഡസൻറ്റ് റിയലി സൂട്ട് മീ,
ദിസ് ഡസൻറ്റ് റിയലി സൂട്ട് മീ, ഇതെനിക്ക് അത്ര ചേരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ചിലപ്പോൾ സൂട്ടാവാത്തത് കളർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാറ്റേൺ ഡിഫറെൻറ്റ് ട്രൈ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നല്ലേ. അപ്പോൾ ഈ സെയിം സൈസിലുള്ളത് തന്നെ ഡിഫറെൻറ്റ് പാറ്റേണോ അല്ലെങ്കിൽ ഈ സെയിം ഐറ്റം തന്നെ ഡിഫറെൻറ്റ് കളറിലോ വേണം എന്നാണെങ്കിലും നമ്മൾ ചോദിക്കുമല്ലേ ഇതിൻ്റെ വേറെ കളറുണ്ടോ, അല്ലെങ്കിൽ ഈ സെയിം സാധനം തന്നെ വേറെ പാറ്റേൺ ഉണ്ടോ, അതെങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുക. ഡസ് ദിസ് കം ഇൻ ഡിഫറെൻറ്റ് പാറ്റേൺസ്, ഡസ് ദിസ് കം ഇൻ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓർ ഡസ് ദിസ് കം ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, ഇതിൻ്റെ വേറെ കളറിലുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ പാറ്റേണിലുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാകാവുന്ന സൈസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും പാറ്റേണും ഒക്കെ നോക്കി അങ്ങനെ ഒരു ഡ്രസ്സ് നിങ്ങൾ ഫിക്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർക്കുകയാണ് ഇതെടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ പറയാൻ പോകുന്നത് എന്തായിരിക്കും, പിന്നെ അവരോട് നമ്മൾ ചോദിക്കുന്നത് അതിൻ്റെ പ്രൈസ് ആയിരിക്കും. നമ്മൾ വില അറിഞ്ഞോ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുമോ എന്ന് നോക്കിയിട്ടേ നമ്മൾ എടുക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ പ്രൈസ് ചോദിക്കുക അവരോട്. ഇതെങ്ങനെയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുക ഇംഗ്ലീഷിൽ? ഹൗ മച്ച് ഇസ് ദിസ്, ഹൗ മച്ച് ഇസ് ദിസ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്, ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്, ഇതിന് എത്രയാകുമെന്നാണ് കേട്ടോ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് വില പറഞ്ഞു തന്നു. അതിൻ്റെ സംഭവം കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും വില കേട്ടപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി. നമ്മൾ വിചാരിച്ചതിലും കുറച്ചുകൂടെ കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത എന്തെങ്കിലും റേറ്റ് ആയിരിക്കും അവർ പറഞ്ഞത് അല്ലേ. ഉടനെ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതെന്താ, എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് സെയിലാണോ, എന്തെങ്കിലും ഒരു ഓഫർ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയായിരിക്കുമല്ലോ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുക. അപ്പോൾ ഈ ഡിസ്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഇത് സെയിലിലാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഡു യു ഓഫർ ക്യാഷ് ഡിസ്കൗണ്ട്, ഡു യു ഓഫർ ക്യാഷ് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ആർ ദീസ് ഓൺ സെയിൽ, ആർ ദീസ് ഓൺ സെയിൽ. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു തരാം. ഫോർ സെയിലും ഓൺ സെയിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കാണ് ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഓൺ സെയിൽ എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഐറ്റംസ് അവൈലബിൾ ആകുമ്പോഴാണ് നമ്മൾ ഓൺ സെയിൽ എന്ന് പറയാം. നമ്മളിപ്പോൾ എല്ലാ ഷോപ്പിംഗ് സൈറ്റ്സിലും സെയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, വില കുറച്ച് കിട്ടുമ്പോഴാണ് നമ്മൾ അതിന് സെയിൽ നടക്കുന്നു എന്ന് പറയാം. സോ യു ക്യാൻ ആസ്ക് ആർ ദീസ് ഓൺ സെയിൽ, അല്ലെങ്കിൽ ഡു യു ഓഫർ ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനം മേടിക്കാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചു. പിന്നെയാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഐറ്റം മേടിക്കുന്നത് വിചാരിക്കുക. ഡ്രസ്സൊക്കെ ആണല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ആവണം എന്നില്ല അവർക്കും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സൈസിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തന്നെ മാറ്റി മേടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയും കൂടി അറിയണമല്ലോ അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? നിങ്ങൾ ഡ്രസ്സ് എക്സ്ചേഞ്ചബിൾ ആണോ, അല്ലെങ്കിൽ ഡ്രസ്സ് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ, ഇനി റിട്ടേൺ ചെയ്താൽ തന്നെ റീഫണ്ട് കിട്ടുമോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുക? ക്യാൻ ഐ നോ യുവർ റിട്ടേൺ പോളിസി, അല്ലെങ്കിൽ ക്യാൻ ഐ നോ യുവർ എക്സ്ചേഞ്ച് പോളിസി, ക്യാൻ ഐ നോ യുവർ റീഫണ്ട് പോളിസി. അപ്പോൾ 3 രീതിയിൽ ചോദിക്കാം. ഇതിൽ ഏത് കാര്യമാണോ നിങ്ങൾക്ക് അറിയണ്ടേ അത് വെച്ചിട്ട് ചോദിച്ചാൽ മതി. ക്യാൻ ഐ നോ യുവർ റിട്ടേൺ പോളിസി, ക്യാൻ ഐ നോ യുവർ എക്സ്ചേഞ്ച് പോളിസി, ക്യാൻ ഐ നോ യുവർ റീഫണ്ട് പോളിസി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കുമല്ലേ ക്യാഷ് ആണോ കാർഡാണോ എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ക്യാഷ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു പേ ഇൻ ക്യാഷ്, ഐ വുഡ് ലൈക്ക് ടു പേ ഇൻ ക്യാഷ്. ഇനി നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, കയ്യിൽ പൈസയൊന്നും നിൽക്കാത്ത ആൾക്കാരാണെങ്കിൽ എപ്പോഴും കാർഡായിരിക്കുമല്ലോ എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഐ വുഡ് ലൈക്ക് ടു പേ ബൈ കാർഡ്, ഐ വുഡ് ലൈക്ക് ടു പേ ബൈ കാർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഷോപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും സെൻറ്റൻസസും ഒക്കെ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്തായാലും യൂസ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.